നമസ്കാരം. ഇപ്പോൾ വി.ഡി. സതീശൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. അവരുടനെ പിൻവലിക്കണം, ഇല്ലെങ്കിൽ എനിക്ക് വിഷമവും നീങ്ങാൻ നടന്നില്ലെങ്കിൽ ഞങ്ങൾ നിരാഹാരത്തിന് ഞാൻ പറഞ്ഞു. അതാണ് രാഹുൽ പറഞ്ഞത്, നിങ്ങൾ നിരാഹാരത്തിന് നടക്കുന്ന ഒരു അവസരം ഉണ്ടാക്കില്ല. ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് അതിന് ഉറപ്പ് പാലിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇറങ്ങുന്നു. അതെ 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 ഇപ്പൊ അച്ഛന്റെ വാക്കുകൾ ഞങ്ങൾ സ്വീകരിക്കുകയാണ്. പക്ഷെ ഞങ്ങൾ ഉറപ്പുകൂടി നൽകുകയാണ്, ഇത് തുടരും. നീതിക്കായിട്ടുള്ള പോരാട്ടത്തിൽ നിങ്ങളോടൊപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ടെന്ന് ഒന്നുകൂടെ പറഞ്ഞു. ശരി അച്ഛൻ, ഞാൻ KSU പ്രസിഡന്റ് ആലോചിക്കുള്ളൂ. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട CBI അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ് നേതാക്കൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവന്ന സമരം, നിരാഹാര സമരം അവസാനിപ്പിച്ചിരിക്കുന്ന 6ാം ദിവസമായിരുന്നു. ഇന്ന് രാവിലെയാണ് സിദ്ധാർത്ഥന്റെ അച്ഛൻ മുഖ്യമന്ത്രിക്ക് മുന്നിൽ ഇത്തരത്തിലൊരു ആവശ്യവുമായി എത്തിയത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിക്കുക. അതല്ലേ നമ്മൾ മൃഗങ്ങൾ നമ്മൾ വ്യത്യാസം, അപ്പൊ അതുണ്ടാകാൻ പാടില്ല. അപ്പൊ അതിനകത്ത് നിന്നപ്പോൾ കുടുംബത്തോടൊപ്പം നിൽക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വമാണ് ഞങ്ങൾ ചെയ്തത്. ആ ഉത്തരവാദിത്വ സംതൃപ്തിയോടെ തന്നെയാണ് ചെയ്തത് പാർട്ടി ആവശ്യപ്പെട്ടത്. അപ്പോൾ രാജ്യത്തിനപ്പുറം ഇത് നീതിയുടെ ഇനി ഒരിക്കലും ഒരു സിദ്ധാർത്ഥൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സമരം. അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ ആയിരം ആയിരം അഭിവാദ്യങ്ങൾ രാഹുൽ മാങ്കൂട്ട് നേതാവ്, ജബി മേത്തർ നേതാവ്, അലോഷ്യസ് നേതാവ്, നിങ്ങൾ നയിക്കും ജാഥയ്ക്ക്, നിങ്ങൾ നയിക്കും സമരത്തിന് ആയിരം ആയിരം അഭിവാദ്യങ്ങൾ. സിദ്ധാർത്ഥന്റെ ഘാതകരെ, സിദ്ധാർത്ഥന്റെ ഘാതകരെ CBI അന്വേഷണവും, CBI അന്വേഷണവും 6 ദിവസക്കാലത്തോളം 6 ദിവസക്കാലത്തോളം പട്ടിണി സമരം നടത്തിയവര് നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ, ആയിരം ആയിരം അഭിവാദ്യങ്ങൾ. നീതിക്കുള്ളൊരു പോരാട്ടത്തിന് മുന്നിൽ നിന്ന് നയിച്ചവര് നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ. എന്തായാലും സിദ്ധാർത്ഥന്റെ അച്ഛന്റെ ആവശ്യപ്രകാരമാണ് ഇപ്പോൾ ആ സമരം അവിടെ അവസാനിപ്പിച്ചിരിക്കുന്നത്. അച്ഛൻ പറഞ്ഞിരുന്നു മുഖ്യമന്ത്രി CBI അന്വേഷണം ഉറപ്പ് നൽകിയിട്ടുണ്ട്, അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ അത്തരത്തിൽ സമരം അവസാനിപ്പിക്കണമെന്ന് അച്ഛൻ മാധ്യമങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു. അത് പ്രകാരമാണ് ഇപ്പോൾ വി.ഡി. സതീശനെത്തി നാരങ്ങാനീര് നൽകി ഇപ്പോൾ നിരാഹാര സമരം അവസാനിപ്പിച്ചിരിക്കുന്നത്. സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്യും. CBI അന്വേഷണം നടത്താമെന്ന് കുടുംബാംഗങ്ങൾക്ക് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. മരണത്തിൽ സംശയങ്ങൾ മുഖ്യമന്ത്രി അറിയിച്ചതായും ഡീൻ, അസിസ്റ്റന്റ് വാർഡൻ എന്നിവർക്ക് എതിരെ കൊലക്കുറ്റം ചുമത്തണമെന്നും അച്ഛൻ ജയപ്രകാശ് ആവശ്യപ്പെട്ടു. വി അരുണിന്റെ റിപ്പോർട്ട്. സിദ്ധാർത്ഥന്റേത് ആത്മഹത്യയല്ലെന്നും കൊലപാതകമെന്ന നിലപാടിലാണ് കുടുംബം ഉറച്ചു നിൽക്കുന്നത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയെ കണ്ട് ഇപ്പോഴത്തെ അന്വേഷണത്തിൽ പൂർണ്ണ വിശ്വാസമില്ല, CBI അന്വേഷണം വേണമെന്ന ആവശ്യം സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് മുഖ്യമന്ത്രിക്ക് മുമ്പിൽ വച്ചത്. എന്തുകൊണ്ടാണ് അത്തരമൊരു സംശയമുള്ളത് എന്ന ചോദ്യം മുഖ്യമന്ത്രി ജയപ്രകാശിനോട് ചോദിച്ചു. അദ്ദേഹം കാര്യകാരണങ്ങൾ വിശദീകരിച്ചു. മുഖ്യമന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട കത്തും, എന്തുകൊണ്ട് ഇതൊരു കൊലപാതകം വിശ്വസിക്കുന്നു, അതിന്റെ കാരണങ്ങൾ, തെളിവ് എന്നൊക്കെ വ്യക്തമാക്കുന്ന കത്തും മുഖ്യമന്ത്രിക്ക് സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് കൈമാറി. തുടർന്നാണ് CBI അന്വേഷണം തയ്യാറെന്ന നിലപാട് മുഖ്യമന്ത്രി ജയപ്രകാശിനെ അറിയിച്ചത്. എന്നോടിപ്പോ ഒരു ഉറപ്പ് പറഞ്ഞു, ഓക്കെ CBI അന്വേഷണം വേണമെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് CBI അന്വേഷണത്തിന് വിടാം. പുള്ളി അത് നോക്കട്ടെ എന്നൊന്നും പറഞ്ഞില്ല. പുള്ളി എന്നോട് ഉറപ്പ് പറഞ്ഞു CBI അന്വേഷണം തന്നെ വിടാം എന്ന് പറഞ്ഞു. പുള്ളി അത്
എപ്പോൾ പ്രഖ്യാപിക്കുമെന്ന് എനിക്കറിയില്ല. അല്ല, നോക്കട്ടെ, ചെയ്യട്ടെ എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികൾ ഉണ്ട് എന്ന നിലപാടും കുടുംബം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അക്ഷയ്, അതുപോലെ തന്നെ റോഹൻ തുടങ്ങി നെടുമങ്ങാട് സ്വദേശി റോഹൻ തുടങ്ങിയവരുടെ പങ്ക് അന്വേഷിക്കണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു. ആന്റി റാഗിംഗ് സെല്ലിന്റെ അന്വേഷണത്തിലുള്ള പേരുകൾ പോലും ചില പേരുകൾ പോലീസിന്റെ പ്രതിപട്ടികയില്ല. അതെന്തുകൊണ്ടെന്ന ചോദ്യം കുടുംബം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഡൽഹിയിലുള്ള ആന്റി റാഗിംഗ് സ്ക്വാഡ് കണ്ടുപിടിച്ചിട്ട് ഡീനിന് കൊടുത്ത റിപ്പോർട്ടാണ്. ആരൊക്കെ ഇപ്പൊ പുതിയതായിട്ട് ഒരു പ്രതിയും കൂടെ അതിൽ വന്നിട്ടുണ്ട്. ആ പ്രതി ഇതുവരെയും പോലീസ് കണ്ടുപിടിച്ചിട്ടില്ല. ദേവരാജ് എന്ന് പറഞ്ഞ കൂട്ടുകാരൻ, അവന്റെ പേര് ഇപ്പൊ ഇന്ന് ഇതിൽ വന്നിട്ടുണ്ട്, ഇന്ന് ആന്റി റാഗിംഗ് സ്ക്വാഡിൽ. അത് പോലീസ് റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല. അന്വേഷണത്തിൽ കാര്യമായ പുരോഗതിയില്ല അല്ലെങ്കിൽ CBI അന്വേഷണം ഏർപ്പെടുത്തില്ലെങ്കിൽ തന്റെ കുടുംബം തന്നെ നേരിട്ട് സമരത്തിനിറങ്ങും. അതിൽ മറ്റാരും ഇനി അക്കാര്യവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടേണ്ട എന്ന ഒരു അഭിപ്രായം കൂടി സിദ്ധാർത്ഥന്റെ കുടുംബം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഏതായാലും സിദ്ധാർത്ഥന്റെ മരണം വലിയ രാഷ്ട്രീയ തിരിച്ചടിയായി മാറുമെന്ന ആശങ്ക ഇന്നലെ ഇടതുമുന്നണി യോഗത്തിൽ ഉയർന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം, ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ ഉണ്ടാകണമെന്ന ആവശ്യവും ഇടതുമുന്നണി യോഗത്തിൽ RJD അടക്കമുള്ള കക്ഷികൾ ഉന്നയിച്ചിരുന്നു. അതുകൊണ്ടുകൂടിയാണ് സർക്കാർ ഇത്തരമൊരു രാഷ്ട്രീയ തിരിച്ചടി മറികടക്കാൻ കൂടിയാണ് ഇപ്പോൾ കുടുംബത്തിന്റെ ആവശ്യം എന്താണോ, ഏത് അന്വേഷണമാണോ അതിന് തയ്യാറാകുമെന്ന നിലപാടെടുത്തത്. അതുകൊണ്ടാണ് CBI അന്വേഷണത്തിന് തയ്യാറെന്ന മുഖ്യമന്ത്രി സിദ്ധാർത്ഥന്റെ കുടുംബാംഗങ്ങളെ അറിയിച്ചത്. വൈകാതെ ഈ കേസ് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണം CBIക്ക് വിട്ടുകൊണ്ട് സർക്കാർ ഉത്തരവിറങ്ങും. ശരി, എന്തായാലും സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ യുവജന സംഘടനകൾ നടത്തിവന്ന നിരാഹാരം അവസാനിപ്പിച്ചിരിക്കുന്നു. സിദ്ധാർത്ഥന്റെ അച്ഛൻ സമരം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട പശ്ചാത്തലത്തിലാണ് തീരുമാനം. ഡാൻ കുര്യനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാൻ, രാവിലെ അച്ഛൻ മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് പറഞ്ഞത്, സിദ്ധാർത്ഥന്റെ അച്ഛനാണ് പറഞ്ഞത്, ഇത്തരത്തിൽ എനിക്ക് രാഷ്ട്രീയമില്ല, പക്ഷേ എനിക്ക് വേണ്ടി, എന്റെ മകന് വേണ്ടി ഇത്തരത്തിൽ യുവജന സംഘടനകൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്നുണ്ട്, നിരാഹാരം ഇരിക്കുന്നുണ്ട്, അവരുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്, അതുകൊണ്ട് നിങ്ങൾ മാധ്യമങ്ങൾ അവരോട് പറയണം ഇത് അവസാനിപ്പിക്കണം എന്ന് അങ്ങനെ അച്ഛൻ പറയുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അവിടെ എത്തുകയും നാരങ്ങാനീര് കൊടുത്ത് നിരാഹാര സമരം അവസാനിപ്പിച്ചിരിക്കുകയുമാണ്. എന്താണ് അവസാനിപ്പിച്ചുകൊണ്ട് നേതാക്കൾ പറഞ്ഞത്? സിദ്ധാർത്ഥന്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പിതാവ് മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ മുഖ്യമന്ത്രി നൽകിയ ഉറപ്പുകളുടെ അടിസ്ഥാനത്തിൽ യൂത്ത് കോൺഗ്രസും മഹിളാ കോൺഗ്രസും KSUവും 6 ദിവസമായി തുടരുന്ന നിരാഹാര സമരം അവസാനിപ്പിക്കണമെന്ന ആവശ്യം പിതാവ് തന്നെ മുമ്പോട്ട് വെച്ചിരിക്കുകയാണ്. ദയവായി നിങ്ങൾ അവരോട് ചെന്ന് പറയാ, എന്റെ ഒരു അപേക്ഷയായിട്ട് സത്യാഗ്രഹം അവസാനിപ്പിച്ചേ പറ്റുള്ളൂ. അവസാനിപ്പിച്ചിട്ട് അവർ അർജന്റായിട്ട് അവർ ഹോസ്പിറ്റലിലോട്ട് പോകണം, ഹോസ്പിറ്റലിൽ പോയിട്ട് ചികിത്സ നേടണം. ഈ പിതാവ് പറയുന്നത് ഇനിയും ആരോഗ്യനില വഷളാകുന്ന തരത്തിൽ നിങ്ങൾ ഇങ്ങനെ ഒരു സമരം തുടരേണ്ടതുണ്ടോ എന്ന ആ ഒരു കൺസേണാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. അല്ല, അദ്ദേഹത്തിന്റെ കൺസേൺ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട സമയത്താണ് ആ പിതാവ് ഇരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ കൺസേണിനെ വളരെ ഗൗരവത്തോടെയാണ് ഞങ്ങൾ കാണുന്നത്. അദ്ദേഹത്തിന് ഞങ്ങളിലുണ്ടാകുന്ന കൺസേൺ സ്വാഭാവികമായിട്ട് സിദ്ധാർത്ഥനെ പോലെ ആയിരിക്കും ഞങ്ങളെ പരിഗണിച്ചത്. അതിനകത്ത് ഞങ്ങൾക്ക് ബഹുമാനമുണ്ട്. തൃശൂരിലെ ആദിവാസി കോളനിയിൽ നിന്ന് കാണാതായ കുട്ടികളെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. ശാസ്താംപൂവം കോളനിക്ക് സമീപം ഉൾവനത്തിൽ പോലീസ് വനംവകുപ്പ് വിഭാഗങ്ങളുടെ സംയുക്ത തെരച്ചിൽ. 15ഉം 8ഉം വയസ്സുള്ള കുട്ടികളെയാണ് കാണാതായത്. അടിയന്തര സാഹചര്യം നേരിടാൻ മെഡിക്കൽ വാഹനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. ആനയും കാട്ടുപോത്തും പുലിയും നിറഞ്ഞ വനമേഖലയിലെ തെരച്ചിൽ അതീവ ദുഷ്കരമാണ്. വനമേഖലയെ 7ആയി തിരിച്ചാണ് പരിശോധന. ഈ മാസം 2-ാം തീയതിയാണ് കുട്ടികളെ കാണാതായത്. ആദ്യ ദിനങ്ങളിൽ ബന്ധുവീടുകളിലും കുട്ടികൾ പോകാൻ സാധ്യതയുള്ള മറ്റ് സ്ഥലങ്ങളിലും അന്വേഷണം നടത്തിയിരുന്നു. ഈ ശ്രമം വിഫലമായതിനെ തുടർന്ന് വെള്ളിക്കുളങ്ങര പോലീസിൽ പരാതി നൽകുകയായിരുന്നു. കോഴിക്കോട് മുക്കത്ത് കാട്ടുപന്നി ആക്രമണത്തിൽ യുവാവിന് പരിക്ക്. പൊറ്റശ്ശേരി സ്വദേശി കണ്ണൻകര അഖിൽ രാജിനാണ് പരിക്കേറ്റത്. രാവിലെ വീടിന് തൊട്ടടുത്തുള്ള പറമ്പിൽ വെച്ചാണ് കാട്ടുപന്നി ആക്രമിച്ചത്. അഖിൽ രാജിന്റെ തലയ്ക്കും കാലിനുമാണ് പരിക്ക്. ഉത്സവത്തിനിടെ ആനയിടയുന്നത് ഇപ്പോൾ പതിവാവുകയാണ്. തൃശൂർ പെരുമ്പിലാവ് പൊറവൂരിൽ ഉത്സവത്തിനിടെ ആനയിടഞ്ഞു. പാണഞ്ചേരി പരമേശ്വരൻ എന്ന ആനയാണ് ഇടഞ്ഞത്. അമ്പലത്തിലേക്ക് എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നതിനിടെ ഇടഞ്ഞ കൊമ്പൻ സമീപത്തെ പറമ്പിലേക്ക് ഓടിക്കയറുകയായിരുന്നു. തുടർന്ന് ഏറെ നേരം പറമ്പിൽ നിലയുറപ്പിച്ച ആനയെ എലിഫന്റ് സ്ക്വാഡ് എത്തി പരിശ്രമിച്ചാണ് തളച്ചത്. ഇടുക്കിയിലേക്ക് പോകാം. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ ഉത്സവത്തിനിടെ യുവാവ് കുത്തേറ്റു മരിച്ചു. കുമളി അട്ടപ്പള്ളം സ്വദേശി ജിത്തു ആണ് മരിച്ചത്. മേളത്തിനിടെ ഉണ്ടായ തർക്കത്തിനിടെയാണ് ചെണ്ടവാദ്യക്കാരനായ ജിത്തുവിന് കുത്തേറ്റത്. വണ്ടിപ്പെരിയാർ സ്വദേശി രാജയെ കസ്റ്റഡിയിലെടുത്തു. വലിയ ചൂടാണ്, കടുത്ത വേനലാണ്. കാർഷിക വിളകൾ നശിച്ചതോടെ ദുരിതത്തിലാണ് പത്തനംതിട്ടയിലെ മലയോര കർഷകർ. കോന്നി പുളിഞ്ചാണി സ്വദേശികളായ സജിയുടെയും അനിയുടെയും 1500ഓളം ഏത്തവാഴകൾ കരിഞ്ഞുണങ്ങിയതോടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഈ കർഷകർ.
വേനൽ രൂക്ഷമായതോടെ പത്തനംതിട്ടയിലെ മലയോര മേഖലയിലെ കാർഷിക വിളകൾ ഒന്നാകെ കരിഞ്ഞുണങ്ങുകയാണ്. അരുവാപുലം പുളിഞ്ചാണി സ്വദേശികളായ സജിയുടെയും അനിയുടെയും 1500ഓളം ഏത്തവാഴകളാണ് കടുത്ത വേനലിൽ കരിഞ്ഞുണങ്ങി നിലം പതിച്ചത്. കുലച്ച് 2 മാസം മാത്രം പ്രായമുള്ള വാഴകൾ നശിച്ചതോടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കർഷകർ. 5 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഇവർക്കുണ്ടായത്. നമ്മുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ, കിടക്കുന്ന കണ്ടില്ലേ, ഇനിയിപ്പം എന്താ ചെയ്യാൻ, ലോണും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അല്ലാതെ ഒരു പ്രതിസന്ധിയില്ല. ബാധ്യതയുണ്ട്, ബാങ്കിൽ നിന്ന് കുറച്ച് ലോണുകളുണ്ട്, കുറച്ച് സ്വർണം പണയം വെച്ച് പൈസ എടുത്തിട്ടുണ്ട്. 3 ഏക്കർ സ്ഥലം പാട്ടത്തിനെടുത്താണ് കൃഷി ചെയ്തത്. വിത്ത്, വളം എന്നിവ ഉൾപ്പെടെ ഒരു വാഴയ്ക്ക് 300ഓളം രൂപ മുടക്കി. വേനലിൽ കൃഷി നശിച്ചതോടെ എല്ലാം നഷ്ടമായി. കടുത്ത വേനലിൽ ജലാംശം നഷ്ടപ്പെട്ടാണ് വാഴകൾ ഒടിഞ്ഞു വീഴുന്നത്. പാതി വിളവ് പോലും എത്താത്ത വാഴക്കുലകൾ ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലുമായി. സർക്കാരിന്റെ സഹായം മാത്രമാണ് കർഷകരുടെ പ്രതീക്ഷ. ന്യൂസ് 18 പത്തനംതിട്ട. കൊല്ലത്ത് പതിവ് തെറ്റാതെ ഈ കൊല്ലവും സംഭാരത്തോണി ഒരുക്കി നാട്ടുകാർ. മണ്ണടി ഉച്ചബലി തൊഴാനെത്തിയവർക്കാണ് തോണിയിൽ നിറച്ച സംഭാരം നൽകിയത്. ഔഷധക്കൂട്ടുകളാൽ തയ്യാർ ചെയ്ത സംഭാരമാണ് തോണിയിൽ വിതരണം ചെയ്തത്. ശുദ്ധമായ മോരിൽ ഇഞ്ചി, പച്ചമുളക് എന്നിവയ്ക്ക് പുറമെ ഔഷധക്കൂട്ടുകളും ചേർത്ത് കലക്കി കൊതുമ്പുവെള്ളത്തിൽ നിറച്ച് വിതരണം ചെയ്യുന്നതാണ് സംഭാരത്തോണി. പണ്ടുകാലങ്ങളിൽ സംഭാരം പാളയിൽ കോരി ചിരട്ടയിൽ കുടിക്കാൻ നൽകുന്നതോടൊപ്പം കണ്ണിമാങ്ങ അച്ചാറും നൽകിയിരുന്നു. പ്രത്യേകതരം ഔഷധക്കൂട്ടോടുകൂടിയാണ് ഈ മോര് ഇവിടെ ഉണ്ടാക്കുന്നത്. ഇത് ഈ നാട്ടുകളിൽ നിന്ന് ശേഖരിച്ച പശുവിൻ്റെ പാൽ കളക്ട് ചെയ്ത് അതിൽ നിന്നാണ് തൈരാക്കി ആണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിന് ചേർത്തേക്കുന്നത് കായപ്പൊടി ചേർത്തിട്ടുണ്ട്, കുരുമുളക് പൊടി, മുളക് പൊടി, അങ്ങനെയുള്ള ബാക്കി പൊടി ഐറ്റങ്ങളെല്ലാം ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. നൂറ്റാണ്ടുകളായി വ്രതനിഷ്ഠയോടെ ഭക്തർ നടത്തി വന്നിരുന്ന ആചാരമായിരുന്നു ഇത്. നാട്ടുകാരുടെ പൂർണ്ണ പിന്തുണയോടെയാണ് ഇപ്പോഴും മുടക്കം കൂടാതെ നടത്തുന്നത്. മണ്ണടി ഉച്ചബലി ഉത്സവത്തിന് ദീർഘദൂരം കാൽനടയായി ഭക്തർ ഇതുവഴി സഞ്ചരിച്ചിരുന്നു. യാത്രക്കാരുടെ ദാഹം അകറ്റുന്നതിനായി നാട്ടുകാർ സംഭാരം നൽകിയിരുന്ന രീതിയാണ് ഇന്നും നിലനിന്നു പോരുന്നത്. എൻ്റെ കുഞ്ഞുനാട് പോലെ ഇവിടെ മാങ്ങ ഉപ്പിട്ടതും മോരും വെള്ളവും. അന്ന് ഈ ആൾക്കാർ മൊത്തം ഇതുവഴി നടന്നാ പോകുന്നത്. അപ്പോൾ ഇതുവഴി വരുന്നവർ മൊത്തം ഇവിടുന്ന് ഇഷ്ടംപോലെ മോരും വെള്ളം കുടിച്ച് വയറ് നിറച്ച് സർവ്വ ക്ഷീണവും മാറ്റി 5 മിനിറ്റ് ഇവിടെയൊക്കെ തണുപ്പത്തിരുന്നിട്ട് പോകുന്ന പതിവ് അതിപ്പോഴും തുടരുക. നിരവധി കുട്ടികളും വഴിയാത്രക്കാരും എത്തി പഴമയുടെ രുചിവൈവിധ്യത്തിന്റെ ഓർമ്മകൾ പങ്കിട്ടു. വ്രതനിഷ്ഠയോടെ നടത്തി വന്നിരുന്ന ആചാരം മുടക്കം കൂടാതെ തുടർന്നുകൊണ്ടുപോകാൻ സാധിച്ചതിലുള്ള സന്തോഷത്തിലാണ് നാട്ടുകാർ. ന്യൂസ് 18 കൊട്ടാരക്കര. കത്തുന്ന ചൂടിൽ വിപണി കീഴടക്കുകയാണ് തണ്ണിമത്തൻ. വഴിയോരങ്ങളിലും സൂപ്പർ മാർക്കറ്റുകളിലും വരെ തണ്ണിമത്തനാണിപ്പോൾ താരം. ചുട്ടുപൊള്ളുന്ന ചൂട്, ഉള്ളൊന്ന് തണുക്കണമെങ്കിൽ തണ്ണിമത്തൻ തന്നെ ആശ്രയം. ചൂട് കൂടിയതോടെ തണ്ണിമത്തൻ ഇത്തിരി ഗമയിലാണ്. വഴിയോരങ്ങളിലും സൂപ്പർ മാർക്കറ്റുകളിലും പലചരക്ക് കടകളിലും എന്ന് വേണ്ട എല്ലായിടത്തും തണ്ണിമത്തൻ വിൽപ്പന പൊടി പൊടിക്കുകയാണ്. കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നുമാണ് ഇവ കൂടുതലായും കേരളത്തിലേക്ക് എത്തുന്നത്. കിലോയ്ക്ക് 25 മുതൽ 50 രൂപ വരെയാണ് വിപണിയിലെ വില. ഇപ്പൊ ചൂട് സമയത്ത് ഏറ്റവും കൂടുതൽ ചെലവില്ല സാധനമാണ് പത്തക്ക. മുറിച്ചിട്ട് പെരിയെല്ലാം കൊടുക്കുന്നുണ്ട്. നല്ല സെയിലാണ് ഇപ്പോൾ പത്തക്കന്നെ. ചൂടിന് വെയിൽ കൊണ്ട് തളർന്നു വരുമ്പോൾ ഏറ്റവും കൂടുതൽ ക്ഷീണം മാറാവുന്ന സാധനമാണ് പത്തക്ക. ഇപ്പോൾ പത്തക്ക 2 ഐറ്റം വരുന്നുണ്ട്. ഉള്ളു മഞ്ഞ വരുന്നുണ്ട്, ഉള്ളു ചുവപ്പ് വരുന്നുണ്ട്. തണ്ണിമത്തൻ ജ്യൂസിന്റെ വിൽപ്പനയും തകൃതിയായി നടക്കുന്നുണ്ട്. കടും പച്ച നിറത്തിലുള്ള കറാച്ചി തണ്ണിമത്തൻ, ഇളം പച്ചയും മഞ്ഞയും കലർന്ന കിരൺ എന്നിവയെല്ലാം ഉണ്ടെങ്കിലും നാടൻ തണ്ണിമത്തനാണ് ആവശ്യക്കാരേറെ. വിവിധ നിറത്തിലും രുചിയിലുമുള്ള തണ്ണിമത്തനും വിപണിയിൽ സുലഭമാണ്. ന്യൂസ് 18 ആലക്കോട്. നെയ്ദീപങ്ങൾ തെളിയിച്ചുകൊണ്ട് പാലക്കാട് പട്ടാമ്പി കൈത്തളി മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷം ഭക്തിസാന്ദ്രമായി. 1,11,111 നെയ്ദീപങ്ങളാണ് ഭക്തജനങ്ങൾ തെളിയിച്ചത്. ലക്ഷദീപ സമർപ്പണത്തിന് വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു. നിരവധി വർഷങ്ങളായി നടന്നുവരുന്ന നെയ് ലക്ഷദീപ സമർപ്പണം ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇടം പിടിച്ചിട്ടുണ്ട്. സിനിമാ പിന്നണി ഗായകൻ സുദീപ് കുമാറും സംഘവും അവതരിപ്പിച്ച ഗന്ധർവ സന്ധ്യയും അരങ്ങേറി. ടേപ്പ്
റെക്കോർഡറും VCRും ഓഡിയോ വീഡിയോ കാസറ്റും ഒക്കെ എല്ലാവർക്കും ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകളാണ്. സിഡിയും മൊബൈൽ ഫോണും വ്യാപകമായപ്പോൾ വിസ്മൃതിയിലായവയാണ് ഇവ. എന്നാൽ തൊടുപുഴയ്ക്കടുത്ത് വണ്ണപ്പുറത്തുള്ള സുനിലിന്റെ കടയിൽ കാസറ്റുകളിൽ നിന്ന് സംഗീതമുയരും. ഇവിടെ എത്തിയാൽ 1500-ലധികം ഓഡിയോ കാസറ്റുകൾ കാണാം. ഇന്നും ആവശ്യമെങ്കിൽ വാങ്ങുകയും ചെയ്യാം. ഒട്ടേറെ പേരാണ് ഓഡിയോ കാസറ്റുകൾ തേടി സുനിലിനെ സമീപിക്കുന്നത്. തൊടുപുഴയ്ക്കടുത്ത് വണ്ണപ്പുറം ടൗണിൽ ഹൃദയ മ്യൂസിക് എന്ന സ്ഥാപനം നടത്തുന്ന മാനാക്കുഴിയിൽ സുനിലിന്റെ കടയിലാണ് ഓഡിയോ കാസറ്റുകളുടെ ശേഖരമുള്ളത്. സുനിൽ 1986-ൽ കരിമണ്ണൂരിലാണ് ആദ്യം കാസറ്റ് കട തുടങ്ങുന്നത്. സുനിലിന്റെ അച്ഛൻ MK പരമേശ്വരൻ ഹാർമോണിസ്റ്റും ഗായകനുമായിരുന്നു. അതിനാൽ സുനിലിനും സംഗീതത്തോട് വലിയ താല്പര്യം. ഞാൻ ഈ കാസറ്റുകൾ സൂക്ഷിക്കുന്നതിലേക്കുള്ള സാഹചര്യം എന്ന് വെച്ചാൽ എൻ്റെ ബാല്യകാല ഓർമ്മകളാണ് ഇതിലേക്ക് വന്നത്. അതായത് 86-ലാണ് ആദ്യം കാസറ്റുകളുടെ കരുവിലേക്ക് തുടങ്ങുന്നത്. ആ വർഷമാണ് കാര്യങ്ങളുടെ ടൈപ്പ് വെക്കാനും ഓളിയും മാറുന്നത്. ആനയിറങ്ങും മമ്മയുന്നത് പാട്ടിറങ്ങിയ വർഷമാണ്. ആ വർഷമാണ് കട തുടങ്ങിയത്. അപ്പോൾ അതെൻ്റെ ഒരു ഓർമ്മയിലാണ്. അതിലുപരി ആദ്യമായിട്ട് ഞാൻ ശബരിമലയിലേക്ക് പോകുന്നു ആ വർഷമാണ്. അങ്ങനെ ഓരോ ഗ്യാസൊക്കെ എടുക്കുമ്പോഴും നമ്മുടെ ഓരോ കാലഘട്ടത്തിലെ ഓർമ്മകൾ വന്നു. അങ്ങനെ 1999-ൽ സ്വന്തം നാടായ വണ്ണപ്പുറത്ത് സുനിൽ കട തുടങ്ങി. ഇതിനിടെ CD വ്യാപകമായി. അതോടെ സുനിൽ സിനിമ, സംഗീത CDകൾ വാടകയ്ക്ക് കൊടുക്കാനും വിൽക്കാനും തുടങ്ങി. എന്നാൽ കാസറ്റുകൾ സുനിൽ കൈവിട്ടില്ല. അതെല്ലാം സൂക്ഷിച്ചു വെച്ചു. മൊബൈലിലൂടെ സിനിമ കാണുന്ന കാലഘട്ടമായതോടെ CD തേടിയും ആരും വരാതായി. ഇതോടെ CD വിൽപ്പന നിർത്തി. എന്നാൽ കാസറ്റുകളെ പടിയിറക്കാതെ ഇദ്ദേഹം ചേർത്തു പിടിച്ചു. 1948 മുതലുള്ള മലയാളം, തമിഴ്, ഹിന്ദി സിനിമാ ഗാനങ്ങളുടെയും ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം ഭക്തിഗാനങ്ങളുടെയും ശേഖരം സുനിലിന്റെ പക്കൽ ഇപ്പോഴുമുണ്ട്. എല്ലാ വിഭാഗത്തിലുള്ള പാട്ടുകളുണ്ടായിരുന്നു. അതായത് കഥാപ്രസംഗം, ഐക്യഭക്തിഗാനം, അതുപോലെ ക്രിസ്ത്യൻ ഡിവോഷണൽ, മുസ്ലിം ഗാനം, നാടൻ പാട്ടുകൾ, പിന്നെ ഡാൻസിൻ്റെ ഗാനങ്ങൾ, എല്ലാ പാട്ടുകളിലെയും കളക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ വിറ്റുപോയിരിക്കുന്ന ഭക്തിഗാനം, ഐക്യഭക്തിഗാനത്തിലെ വോളിയം 6, ആനയിറങ്ങും മാമലി എന്നുള്ള പാട്ടും ഗംഗയാർ പിറക്കുന്നു, അതാണ് ഏറ്റവും കൂടുതൽ ഇട്ടത്. അതുപോലെ തന്നെ ക്രിസ്ത്യ ഭക്തിഗാനത്തിലെ സ്നേഹപ്രഭാവവും സ്നേഹപ്രതീകമാണ് ഏറ്റവും കൂടുതൽ സെയിൽസ് നടന്നിട്ടുള്ള ഗ്യാസ്. ഈയിടെയായി ഓഡിയോ കാസറ്റുകൾക്ക് നല്ല ഡിമാൻഡാണെന്നാണ് സുനിൽ പറയുന്നത്. കല്യാണങ്ങളിലും മറ്റും ആഘോഷങ്ങളിലും പഴമയുടെ പ്രൗഢി കൊണ്ടുവരാനായാണ് പുതുതലമുറ ടേപ്പ് റെക്കോർഡുകൾ, ഓഡിയോ കാസറ്റുകളും തേടിയെത്തുന്നത്. അതുപോലെ പഴയ ടേപ്പ് റെക്കോർഡുകൾ നന്നാക്കി വീണ്ടും ഉപയോഗിച്ചു തുടങ്ങിയവരുമുണ്ടെന്ന് സുനിൽ പറയുന്നു. മാറിയ കാലത്ത് ജീവിക്കാൻ കാസറ്റുകടയ്ക്കൊപ്പം സ്മാർട്ട് ഫോണിന്റെ അനുബന്ധ ഉപകരണങ്ങളുടെ വിൽപ്പനയും സുനിൽ നടത്തുന്നുണ്ടെങ്കിലും ഓഡിയോ കാസറ്റുകൾ തേടി സുനിലിന്റെ അടുത്തെത്തുന്നവരാണ് ഏറെയും. ന്യൂസ് 18 തൊടുപുഴ. ഇപ്പോൾ വരുന്ന വാർത്ത. പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്ത സംസ്ഥാന സർക്കാർ CBIക്ക് വിടാമെന്ന് കുടുംബാംഗങ്ങൾക്ക് മുഖ്യമന്ത്രി ഉറപ്പ് നൽകി. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, ഇന്ന് രാവിലെയാണ് സിദ്ധാർത്ഥിന്റെ അച്ഛൻ മുഖ്യമന്ത്രിയെ കാണാനെത്തിയത്. അപ്പോൾ തന്നെ തനിക്ക് ഉറപ്പ് നൽകി മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഭാഗത്തു നിന്നുള്ള സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു, അങ്ങനെയാണോ? തീർച്ചയായിട്ടും അശ്വതി, അങ്ങനെ തന്നെ വേണം പറയാൻ. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഔദ്യോഗികമായ വാർത്താക്കുറിപ്പ് വന്നിരിക്കുകയാണ്. സിദ്ധാർത്ഥന്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം ആ കുടുംബത്തിന്റെ വികാരം കൂടി മാനിച്ചുകൊണ്ട് സംസ്ഥാന പോലീസിൽ നിന്ന് CBIക്ക് കൈമാറുന്നതായാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള അറിയിപ്പ്. എന്തായാലും ആ ഉറപ്പ് ലഭിച്ച പശ്ചാത്തലം അതാണ്. സിദ്ധാർത്ഥന്റെ മരണത്തിൽ കുടുംബാംഗങ്ങൾക്ക് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിരുന്നു CBI അന്വേഷണം നടത്താമെന്ന്. അന്വേഷണം ശുപാർശ ചെയ്ത് സംസ്ഥാന സർക്കാർ ഇപ്പോൾ വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുകയാണ്. CBIക്ക് വിടാമെന്ന് കുടുംബാംഗങ്ങൾക്ക് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള വാർത്താക്കുറിപ്പ് അല്പസമയം മുമ്പാണ് പുറത്തിറങ്ങിയത്. CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരിക്കുന്നുവെന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്നത്. നേരത്തെ തന്നെ സിദ്ധാർത്ഥന്റെ അച്ഛൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു അദ്ദേഹം അത് വാർത്താ സമ്മേളനത്തിലോ മറ്റോ അറിയിക്കുമായിരിക്കും ഇക്കാര്യം. എന്തായാലും തനിക്കത് ഉറപ്പ് കിട്ടിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇപ്പോൾ ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ വരുന്ന വാർത്ത, മുരളീധരൻ
ഇപ്പോൾ തൃശൂരിൽ എത്തിയിരിക്കുന്നു. വലിയ സ്വീകരണമാണ് അവിടെ പ്രവർത്തകർ ഒരുക്കിയിരിക്കുന്നത്. മുരളീധരൻ, തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള. തൃശൂരിൽ കെ മുരളീധരന് സ്വീകരണം നൽകുന്ന കോൺഗ്രസ് പ്രവർത്തകർ, മറുഭാഗത്ത് സുധാകരൻ കണ്ണൂരിലെത്തിയതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് പ്രവർത്തകർ. വലിയ ആവേശത്തിലാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായി തൃശൂരിലെത്തുന്ന കെ മുരളീധരന് വലിയ സ്വീകരണം നൽകുകയാണ് പ്രവർത്തകർ. രാവിലെ തന്നെ പ്രവർത്തകർ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ തമ്പടിച്ചിരുന്നു. ഇപ്പോൾ സ്റ്റേഷനകത്ത് പ്ലാറ്റ്ഫോമിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. മറുവശത്ത് കെ സുധാകരൻ കണ്ണൂരിലെത്തിയിരിക്കുന്നു. അവിടെയും വലിയ ആവേശകരമായ സ്വീകരണം നമുക്ക് കാണാം. പാർട്ടി പ്രവർത്തകരുടെ ഒരു വലിയ തിരക്ക് അവിടെയുണ്ട്. സ്റ്റേഷനിൽ സ്ഥാനാർത്ഥികളെ വലിയ ആഘോഷത്തോടെ ആവേശത്തോടെ സ്വീകരിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ. സകലമാന കേരളം പൂർണ്ണമാവുകയാണ്. നമസ്കാരം. 5 ലക്ഷം കാര്യങ്ങൾക്കപ്പുറം രാജ്യം ശക്തിപ്പെടുത്തുകയാണ് പ്രധാനം. കോൺഗ്രസിന്റെ ഓരോ സീറ്റും നിർണായകമാണെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. സ്ഥാനാർത്ഥിത്വം അപ്രതീക്ഷിതമായിരുന്നില്ല എന്ന ഹൈബി ഈഡൻ MP. കോൺഗ്രസിനെയും UDF-നെയും സംബന്ധിച്ചിടത്തോളം ഇതൊരു സ്വപ്ന ടീമാണ്. രാഹുൽ ഗാന്ധി മുന്നിൽ നിന്ന് നയിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ വിജയത്തിൽ കുറഞ്ഞതൊന്നും ചിന്തിക്കുന്നില്ല എന്നും ഹൈബി ഈഡൻ. സിദ്ധാർത്ഥന്റെ മരണത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുള്ള നിരാഹാര സമരം തുടരുന്നു. യൂത്ത് കോൺഗ്രസ്, KSU, മഹിളാ കോൺഗ്രസ് നേതാക്കളുടെ നിരാഹാര സമരം 6ാം ദിവസത്തിലേക്ക്. പാകിസ്ഥാൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇന്ന്. ആസിഫ് അലി സർദാരി അടുത്ത രാഷ്ട്രപതിയാകും. 5 ജില്ലകളിൽ ചൂട് മുന്നറിയിപ്പ്. ഇന്ന് പകൽ 2 മുതൽ 4 ഡിഗ്രി വരെ ചൂട് കൂടും. പാലക്കാട്, കൊല്ലം, പത്തനംതിട്ട, തിരുവനന്തപുരം, ആലപ്പുഴ ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. കേരളത്തിൽ സ്ഥാനാർത്ഥി ചിത്രം വ്യക്തം. LDF, UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർണ്ണമായി. NDAയിൽ BDJS സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന്. ഇനി പ്രചാരണം കൊഴുക്കും. UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ ഇന്ന് തൃശൂരിൽ. രാവിലെ 10:30 റോഡ് ഷോ. കരുണാകരൻ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് പ്രചാരണം തുടങ്ങും. തൃശൂർ പിടിക്കാൻ തയ്യാറാണെന്ന് കെ മുരളീധരൻ. BJPയെ 3ാം സ്ഥാനത്താക്കുകയാണ് ലക്ഷ്യം. കെ കരുണാകരനെ സംഘിപതാക പുതപ്പിക്കാൻ അനുവദിക്കില്ലെന്നും മുരളീധരൻ. ജയസാധ്യത മുന്നിൽ കണ്ടുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് കോൺഗ്രസ് പുറത്തിറക്കിയതെന്ന് AICC ജനറൽ സെക്രട്ടറി കെ. പരമാവധി സീറ്റ് നേടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരാജയപ്പെടുത്തി